ധന്യനാമത്തിൽ യാചിക്കുന്നു. കൃപ തോന്നി ദയതോന്നി കേൾക്കുമാറാകണം. സ്വർഗീയ പിതാവേ, ആമേൻ ആമേൻ. സ്തോത്രം. ഒരിക്കൽ കൂടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനങ്ങൾ. നമ്മൾ ഈ ദിവസങ്ങളിൽ മത്തായി സുവിശേഷത്തിൽ നിന്നാണല്ലോ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ 13-ാം അധ്യായം ആരംഭിക്കുവാൻ കൃപയായി നമ്മൾ വിധക്കാരൻ്റെ ഉപമ പറഞ്ഞ് അവസാനിപ്പിച്ചു. നമ്മൾ അവസാനമായിട്ട് നമ്മൾ പറഞ്ഞു നിർത്തിയത് 13-ാം അധ്യായം അതിൻ്റെ 16-ഉം 17-ഉം വാക്യമാണ്. നമുക്കൊന്ന് അതൊന്ന് വായിച്ചു തുടങ്ങാം. എന്നാൽ നിങ്ങളുടെ കണ്ണ് കാണുന്നത് കൊണ്ട് നിങ്ങളുടെ ചെവി കേൾക്കുന്നത് കൊണ്ടും ഭാഗ്യമുള്ളതാണ്. ഏറിയ പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നത് കാണുവാൻ ആഗ്രഹിച്ചിട്ടും കണ്ടില്ല, നിങ്ങൾ കേൾക്കുന്നത് കേൾപ്പാൻ ആഗ്രഹിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. പ്രിയമുള്ളവരെ, ഈ വചനം അന്ന് ഇന്നും ഒരുപോലെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള, ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വചനമാണ്. കർത്താവായ യേശുനാഥൻ പറയുകയാണ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളോട് പറയുകയാണ്, പ്രിയമുള്ളവരെ, നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ സ്വർഗത്തിൻ്റെ രാജ്യത്തിൻ്റെ സുവിശേഷമാണ്, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമാണ്. സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കർത്താവായ യേശുനാഥൻ ഇവിടെ തന്നെക്കുറിച്ച് പറയുകയാണ്, ഏറിയ പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നത് കാണുവാൻ ആഗ്രഹിച്ചിട്ടും കണ്ടില്ല, നിങ്ങൾ കേൾക്കുന്നത് കേൾക്കുവാൻ ആഗ്രഹിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നത്. അവിടെ അതുതന്നെയാണ് പത്രോസ് അപ്പോസ്തലൻ 1 പത്രോസ് 1:11-12 വാക്യം കൂടെ ഒന്ന് വായിക്കാം. 1 പത്രോസ് 1:11-12. അവരിലുള്ള ആത്മാവ് ക്രിസ്തുവിന് വരേണ്ട കഷ്ടങ്ങളെയും പിന്തുടരുന്ന മഹിമയെയും മുൻകൂട്ടിയൊക്കെ സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. 12 10 കൂടെ വായിച്ചോ. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെ കുറിച്ച് പ്രവേശിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിന് ആത്മാവ് ക്രിസ്തുവിന് വരേണ്ട കഷ്ടങ്ങളെയും പിന്തുടരുന്ന മഹിമയെയും മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്നായിട്ട് ശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. മതി. അപ്പൊ ഇവിടെ കണ്ടോ, നിങ്ങൾക്ക് വരാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. ഇപ്പൊ പ്രവാചകന്മാരിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നോക്കിയേ കാണുവാൻ സാധിക്കാം. ഉൽപ്പത്തി മുതൽ എവിടെയെല്ലാം നമുക്ക് ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനത്തെ, ക്രിസ്തുവേശുവിൽ പിതാവായ ദൈവം സകലത്തെയും യഥാസ്ഥാനപ്പെടുത്തുമെന്നുള്ള സ്വർഗീയ വാഗ്ദത്തത്തെ നമ്മൾ ആദിമ പിതാക്കന്മാരായ ആദത്തിൻ്റെയും ഹവ്വയുടെയും വീഴ്ച മുതൽ നമുക്ക് അവിടെയും ഇവിടെയൊക്കെയായിട്ട് ഉൽപ്പത്തി മുതൽ മലാഖി പ്രവചനം വരെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അന്ന് മുതൽ ജനം കാത്തിരിക്കുകയാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിനായിട്ടും. ദൈവം തൻ്റെ ജനത്തെ തൻ്റെ മിശിഹായിലൂടെ പിതാവായ ദൈവത്തിങ്കിലേക്ക് യഥാസ്ഥാനപ്പെടുത്തുന്നത് എന്നാണെന്ന് അവർ ആരാഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദാവീദിന്റെ സങ്കീർത്തനങ്ങളിൽ അനേകം മിശിഹാനിക് സങ്കീർത്തനങ്ങളുണ്ട്. ആ സങ്കീർത്തനങ്ങളൊക്കെ നമ്മുടെ മിശിഹായാകുന്ന കർത്താവായ യേശുനാഥനെ കുറിച്ച് പ്രവചനാത്മാവിൽ ദാവീദ് പ്രസ്താവിക്കുന്ന അനേക കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം പ്രസ്താവിക്കുമ്പോഴും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുത്താട്ടെ, ജെറമയ്യ പ്രവാചകൻ പുസ്തകം എടുത്താട്ടെ, ഏത് പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ എടുത്താട്ടെ, അവരെല്ലാം പ്രവചനാത്മാവിൽ പ്രവചിക്കുക മാത്രമല്ല, അവരെല്ലാം വളരെ ആകാംക്ഷയോടെ മിശിഹായുടെ ദിവസത്തിനായിട്ട് കാത്തിരുന്നവരാ. അതുകൊണ്ടാണ് ആ ശമരിയാക്കാരി സ്ത്രീ പറയുന്നത്, മിശിഹ വരുമ്പോൾ സകലതും യഥാസ്ഥാനപ്പെടുത്തുമെന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പോൾ ഇവരുടെ എല്ലാ ഹൃദയത്തിൽ
ഒരു കാത്തിരിപ്പിന്റെ അനുഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ മത്തായിൽ സുവിശേഷകാരൻ പറയുകയാണ്, കർത്താവായ യേശുനാഥൻ തന്നെ പറയാണ്, നിങ്ങൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ചെറിയൊരു കാഴ്ചയല്ല, അനേകർ ദൈവാത്മാവിൽ ദർശിച്ച കാഴ്ചയാ. അനേകർ ദൈവാത്മാവില് കണ്ട് പ്രവചിച്ചരുളിയ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, ഞങ്ങൾ അവനെ ദൈവത്തിൽ നിന്നുള്ള ഏകജാതനായവന്റെ തേജസ്സായിട്ട് ഞങ്ങൾ അവനെ കണ്ടു. ഏകജാതനായ പുത്രന്റെ തേജസ്സായിട്ട് ഞങ്ങൾ അവനെ കണ്ടുവെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് അതുകൊണ്ടാണ്. ഇന്ന് നമ്മൾ തിരുവചനം ധ്യാനിക്കുമ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴും നമുക്കും ഈ ഒരു ബോധ്യം ഉണ്ടാകണം, നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ദൈവകൃപ എന്താണ്. നൂറ്റാണ്ടുകൾ ദൈവഭക്തന്മാർ അന്വേഷിച്ച് നടന്ന ദൈവത്തിന്റെ നന്മയാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ഇന്ന് അനുഭവിക്കുന്നതും അറിയുന്നതും. അതാണ് ഇത്ര വലിയ രക്ഷ എന്ന് അപ്പോസ്തലൻ വിശേഷിപ്പിക്കുന്നത്. ഇത്ര വലിയ രക്ഷ ഈ പിതാവിങ്കലേക്ക്, നമ്മുടെ സൃഷ്ടിതാവിങ്കലേക്ക്, നമ്മെ മെനഞ്ഞവനായ സർവശക്തനായ ദൈവത്തിങ്കിലേക്ക് എന്നെയും നിങ്ങളെയും പുത്രന്റെ രക്തത്താൽ മിശിഹായാൽ അഭിഷക്തനാൽ യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ളത് അതിലും വലിയൊരു മഹാകൃപ ഒരു മനുഷ്യന് പ്രാപിക്കുവാനില്ല. അതാണ് നമ്മെ വീണ്ടും വീണ്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ ഒരു ബോധ്യം മതി ക്രിസ്തീയ ജീവിതം ഏറ്റവും സന്തോഷകരമായി തീരുവാൻ. എന്തെന്നാൽ ക്രിസ്തുവിൽ ഞങ്ങൾക്കൊരു ഓഹരി ഉണ്ടല്ലോ, അല്ലെ? ദാവീദിനെ കുറിച്ച് അല്ലെ, ഹല്ലേലൂയ, ഒരു പ്രയാസത്തിന്റെ ഘട്ടത്തിൽ ദാവീദ് നിഷ്കാസിതനായി തീർന്നപ്പോൾ യഹൂദാ ജനം അല്ലെ ദാവീദില് എന്തോഹരി ഞങ്ങൾക്കുള്ളു എന്ന് ചോദിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ പ്രിയമുള്ളവരെ, നമുക്ക് ഹല്ലേലൂയ സ്തോത്രം, ഇന്ന് കർത്താവിൽ ഇന്ന് വിലയേറിയ ഓഹരിയാണ് നാം പ്രാപിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമുക്ക് ഇനി തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് നമുക്ക് ചിന്തിക്കാം. നമ്മൾ വിതക്കാരൻ്റെ ഉപമ നമ്മൾ ധ്യാനിച്ചു. 100 മേനി ഫലം കായ്ക്കുവാൻ തക്ക വിധം ദൈവം നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കട്ടെ എന്ന് നമ്മൾ കഴിഞ്ഞൊരു ദിവസം നമ്മൾ ധ്യാനിച്ചു. നമ്മളെ വിളിച്ചിരിക്കുന്നത് ഫലം കായ്ക്കുവാനാണ്, ദൈവരാജ്യത്തിൻ്റെ മഹത്വമായി തീരുവാനാണെന്ന് നമ്മൾ ധ്യാനിച്ചു. പ്രൈസ് ലോർഡ് സ്തോത്രം. ഇന്നത്തെ ചിന്തയിലേക്ക് നമുക്ക് കടന്നു വരാം. മത്തായി സുവിശേഷം 13-ാം അധ്യായം 24-ാം വാക്യം ഒന്ന് വായിക്കാം. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗ്ഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്തിൽ നല്ല വിത്ത് വിതച്ചതിനോട് സദൃശമാകും. മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്നു ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ച് പൊയ്ക്കളഞ്ഞു. ഞാറ് വളർന്നു, കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുള്ളവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്നു, യജമാനനെ വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്, പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അതെയോ നമുക്കത് കഴിഞ്ഞ് വായിക്കാം. പ്രൈസ് ലോർഡ് സ്തോത്രം. മറ്റൊരു ഉപമയും കൂടെ കർത്താവായ യേശുനാഥൻ അവരോട് പറഞ്ഞു. അപ്പൊ ആദ്യം വിതക്കാരൻ്റെ ഉപമ പറഞ്ഞു. ഇവരോട് നമ്മൾ ചിന്തിച്ച ഉപമകളിലൂടെയാണ് സംസാരിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഉപമകൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും. 1. 2, ഉപമകൾ നമ്മുടെ ഉള്ളത്തിലൊരു ചോദ്യമുണ്ടാവും, എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചു. അതുകൊണ്ടാണ് ശിഷ്യന്മാർ ഉപമകളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് വളരെ ആകാംക്ഷയോടെ കടന്നു ചെന്നിട്ട് ചോദിക്കുകയാണ്, കർത്താവേ, നീ എന്താണ് ഈ ഉപമയുടെ അർത്ഥം എന്താണ്, എന്തുവാണ് നീ പറയുവാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ ശിഷ്യന്മാർ കടന്നു എന്ന് ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു വിരോധാഭാസം എന്ന പോലെ, അത് ഞാൻ എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല, എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, പലപ്പോഴും ശിഷ്യന്മാരാണ് കർത്താവിനോട്, കർത്താവ് എന്തുകൊണ്ട് നീ ഇതിങ്ങനെ സംസാരിച്ചു, ഇതിൻ്റെ അർത്ഥം എന്താണ്, ഇത് ഞങ്ങൾക്കുള്ള വെളിപ്പാട് എന്താണെന്ന് അവനോട് അടുത്തു ചെല്ലുന്നവരാണ് ചോദിക്കുന്നത്. അത് ശിഷ്യന്മാരുടെ ഒരു സ്വഭാവമായിരിക്കണം. എന്ത്? ദൈവവചനം വായിച്ചു കഴിഞ്ഞാൽ സകല സത്യത്തിലും വഴി നടത്തുന്ന
പരിശുദ്ധാത്മാവിനോട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിക്കൊള്ളണം, ഈ വചനം എന്നോട് എന്തുവാണ് സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വചനം വായിച്ച് കുറച്ചു നേരം വായിച്ച് ധ്യാനിച്ച് അങ്ങനെ കടന്നു പോവുക മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത്. മറിച്ച് വചനത്തിൻ്റെ ഉടമയായ, വിത്തിൻ്റെ ഉടമയായ യജമാനനോട് നമ്മൾ ചോദിച്ചു കൊള്ളണം, ഈ വചനം എന്തുദ്ദേശിക്കുന്നു. ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വചനം വെളിപ്പെട്ട് കിട്ടുവാനും നമ്മൾ പ്രാർത്ഥിച്ചു കൊള്ളണം. അപ്പൊ ഇവിടെ അവൻ മറ്റൊരു ഉപമയിലൂടെ പറയുകയാണ്, ദൈവരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാവുന്നു. അപ്പൊ നല്ല വിത്താണ് യജമാനൻ വിതച്ചത്. ദൈവരാജ്യത്തിൽ വിതയ്ക്കപ്പെടേണ്ടത് നല്ല വിത്തുകളാണ്. എങ്കിൽ മാത്രമേ നല്ല ഫലങ്ങൾ കായ്ക്കുകയുള്ളൂ. എന്തെന്നാൽ കള വിതയ്ക്കുന്നവൻ ഓൾറെഡി ഇടയിലുണ്ട്. ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകന്മാരെ വിതയ്ക്കപ്പെടുവാൻ വിളിച്ചിരിക്കുന്നത് നല്ല വിത്തുകൾ വിതയ്ക്കാനാണ്. അതുകൊണ്ടാണ് കള വളർന്നു വന്നപ്പോൾ യജമാനന്റെ ദാസന്മാർ വന്ന് യജമാനനോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ നല്ല വിത്തല്ലയോ വിതച്ചത് എന്ന് യജമാനനെ, ഞങ്ങൾ നല്ല വിത്തല്ലയോ വിതച്ചത്, പിന്നെ ഈ കള എവിടെ നിന്ന് വന്നു? പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അപ്പോൾ യജമാനനല്ല വിത്ത് വിതച്ചതെന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ദാസന്മാരാണ് വിത്ത് വിതച്ചത്. ദാസന്മാർക്ക് എവിടെ നിന്ന് വിത്ത് കിട്ടി? യജമാനന്റെ കൈവശമുള്ള വിത്താണ് ദാസന്മാർ വിതച്ചത്. ദാസന്മാരുടെ കയ്യിലുള്ള വിത്ത് വിതയ്ക്കേണ്ട ആവശ്യമില്ല. യജമാനൻ തരുന്ന വിത്ത് വിതച്ചാൽ മതി. അതാണ് യഥാർത്ഥത്തിലുള്ള വിത എന്ന് പറയുന്നത്. അതാണ് തിരുവചനവും നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് തിരുവചനം നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർക്കൊരു പ്രാഗൽഭ്യം ഉണ്ടായിരുന്നു. കള പൊങ്ങി വന്നപ്പോൾ ഇവർക്ക് ധൈര്യത്തോടെ യജമാനന്റെ അടുക്കൽ ചെല്ലുവാനുള്ള ഒരു ധൈര്യമുണ്ടായിരുന്നു. ഇവരാണ് കള വിതച്ചെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന ഇവരൊന്ന് പരിഭ്രമിച്ചേനെ, ഇവരൊന്ന് പേടിച്ചേനെ യജമാനനെ മുഖാമുഖം കാണുവാൻ, ഫേസ് ചെയ്യുവാൻ. പക്ഷെ ഇവര് ദാസന്മാർ ധൈര്യത്തോടെ നിഷ്കളങ്കതയോടെ യജമാനനോട് ചെന്ന് ചോദിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ 27-ാം വാക്യത്തിൽ, അപ്പോൾ വീട്ടുടയവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്നു, യജമാനനെ, നല്ല വിത്തല്ലയോ വിതച്ചത്, പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാനനെ, നീ അറിയുന്നുവല്ലോ, ഞങ്ങൾ നല്ല വിത്തല്ലയോ വിതച്ചത്. ചീത്ത വിത്താണ് വിതച്ചതെങ്കിൽ യജമാനൻ നിശ്ചയമായിട്ടും പറയും, നിങ്ങളോട് വിതയ്ക്കുവാൻ പറഞ്ഞതേ വിതയ്ക്കാവൂ, നിങ്ങളുടെ കയ്യിൽ ഞാൻ തന്നത് നിങ്ങൾ ചെയ്താൽ മതി. ദൈവരാജ്യം എന്ന് പറയുന്നത് നല്ല വിത്ത് വിതയ്ക്കുവാനുള്ള ഇടമാണ്. എന്തെന്നാൽ ചീത്ത വിത്ത് വിതയ്ക്കുന്നവൻ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. അവൻ അന്ന് മുതൽ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അല്ലെ, 2 കൊരിന്ത്യർ 4-ാം അധ്യായം നമുക്ക് ഏവർക്കും സുപരിചിതമായ വചനമാണ്. 4:4 ഒന്ന് വായിക്കാം. 2 കൊരിന്ത്യ ലേഖനം 4:4. ക്രിസ്തുവിന്റെ ദൈവപ്രതിയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സെ കുരുടാക്കി. കർത്താവ് തന്നെ പറയുന്നു, ഈ ലോകത്തിന്റെ പ്രഭു വരുന്നുണ്ട്, എനിക്ക് അവനുമായി യാതൊരു കാര്യവുമില്ല, എനിക്ക് അവനുമായിട്ട് ഒരു ഡീലിങ്ങും ഇല്ല. എനിക്ക് അവനുമായിട്ട് ഡീലിംഗ് ഉള്ളത് അവന്റെ തലയെ തകർക്കുക എന്നുള്ളതാണ്. അവന്റെ സകല പ്രവർത്തികളെയും നിർമൂലമാക്കുക എന്നുള്ളതാണ് എനിക്കുള്ള പ്രവൃത്തി. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, കർത്താവായ യേശുനാഥൻ വന്നത് പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുവാനായിട്ടത്രേ. ആമേൻ. പിശാചിന്റെ പ്രവർത്തികളോട് കൂട്ടായ്മ കാണിക്കുവാനല്ല, മറിച്ച് പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുവാനാണ് കർത്താവായ യേശുനാഥൻ വന്നിരിക്കുന്നത്.
പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അപ്പൊ ഇവിടെ കൊരിന്ത്യ ലേഖനത്തിൽ അപ്പസ്തലൻ പഠിപ്പിക്കുകയാണ്, അവിശ്വാസികളുടെ ഹൃദയത്തെ കുരുടാക്കുവാൻ തക്കവിധം ഈ ലോകത്തിന്റെ പ്രഭു ക്രിസ്തുവേശുവിന്റെ സുവിശേഷമാകുന്ന തേജസ്സുള്ള സുവിശേഷം പ്രകാശിക്കാതിരിക്കുവാൻ, അത് കത്താതിരിക്കുവാൻ ഈ ലോകത്തിന്റെ പ്രഭു തുടക്കം മുതലേ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവനത് ചിലപ്പോൾ കളയായിട്ടായിരിക്കാം, മുള്ളിന്റെ അനുഭവങ്ങളായിട്ടായിരിക്കാം, പാറയുടെ അനുഭവങ്ങളായിട്ടായിരിക്കാം. ഇവിടെ പറയുമ്പോൾ കളയെന്ന കണക്ക് ഹല്ലേലൂയ, വിത്തുകളുടെ ഇടയിൽ, നല്ല കതിരുകളുടെ ഇടയിൽ നിന്നുകൊണ്ട് വഞ്ചിക്കുന്ന തരത്തിൽ, നല്ല ജനത്തെയും കൂടെ, നല്ല വിത്തിനെ കൂടെ വഞ്ചിക്കുന്ന തരത്തിൽ ഈ കളയും അങ്ങ് വളർന്നു പൊങ്ങും. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കൊരു ഭാഗം ഒന്ന് വായിക്കാം. ഈ സുവിശേഷത്തെ തടുത്തു നിൽക്കുന്ന ചില ശക്തികളുടെ മേൽ, ഹല്ലേലൂയ, അത് ജസ്റ്റ് ഇതിനോട് ഒരല്പം റിലേറ്റഡ് ആയതുകൊണ്ട് അപ്പസ്തോല പ്രവൃത്തികൾ 13-ാം അധ്യായം നമുക്കൊന്ന് 13:46 മുതലൊന്ന് വായിക്കാം. അല്ല, 13:46 അല്ല, 13:4 മുതൽ. പരിശുദ്ധാത്മാവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കിയയിലേക്ക് ചെന്നു. അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. പരമേശ്വരൻ ചെന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു. യോഹന്നാൻ അവർക്ക് ഭൃത്യനായിട്ടുണ്ടായിരുന്നു. അവർ ദ്വീപിൽ കൂടി ഫാമോസ് വരെ ചെന്നപ്പോൾ ബർയേസ് എന്ന് പേരുള്ള യഹൂദനായി കള്ളപ്രവാചകനായി ഒരു വിദ്വാനെ കണ്ടു. അവൻ ബുദ്ധിമാനായ സെർഗ്യോസ് പൗലോസ് എന്ന ദേശാധിപതിയോട് കൂടെ ആയിരുന്നു. അവൻ ബർന്നബാസിനെയും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾപ്പാൻ ആഗ്രഹിച്ചു. എന്നാൽ ലിമാസുള്ള ഇതാകുന്നു അവന്റെ പേരിന്റെ അർത്ഥം. അവനോട് എതിർത്ത് നിന്നു. ദേശാധിപതിയുടെ വിശ്വാസം തട്ടുകളവാൻ ശ്രമിച്ചു. അപ്പോൾ പൗലോസ് എന്ന പേരുള്ള ശൗൽ പരിശുദ്ധാത്മപൂർണനായി അവനെ ഉറ്റുനോക്കി, സകല കപടവും ദൂർത്തും നിറഞ്ഞവനെ, സകല ദൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവ്വനീതിയുടെ ശത്രുവെ, കർത്താവിന്റെ നേർവഴികളെ വർത്തികളെ മതിയാക്കിയില്ലയോ? ഇപ്പോൾ കർത്താവ് എന്റെ മതി. കണ്ടോ, നീ കർത്താവിന്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കുകയില്ലയോ? ഇപ്പൊ രണ്ട് രീതിയിൽ, ഇപ്പം നമ്മള് ദൈവസഭ എടുത്തു കഴിഞ്ഞാല്, ദൈവരാജ്യം എടുത്തു കഴിഞ്ഞാല്, ദൈവരാജ്യം അല്ലെ, നല്ല വിത്തുകളുടെ ഇടയിലാണ് കള വിതയ്ക്കുന്നത്. അത് ദുരുപദേശങ്ങളാകാം, ക്രിസ്തുവേശുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്ന് നമ്മളെ തെറ്റിച്ചു കളയുന്ന ഏതനുഭവങ്ങളുമാകാം, അല്ലെങ്കിൽ യഥാർത്ഥ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരാതെ യഥാർത്ഥമായി പാപമോചനത്തെക്കുറിച്ചോ പാപത്തെക്കുറിച്ചോ ബോധ്യമില്ലാതെ ദൈവസഭയിലേക്ക് മറ്റു പലത് കണ്ടുവറിഞ്ഞു കടന്നു വന്നവരായിരിക്കാം. അല്ലെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണല്ലോ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ദൈവജനത്തിന് ബോധ്യം വരുത്തുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാ. ഈ സെർഗ്യോസ് പൗലോസ് എന്ന് പറയുന്ന ബുദ്ധിമാനായ ദേശാധിപതിയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നീതിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമുള്ള ബോധ്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാല് നൽകുമ്പോൾ, അവിടെ ഏലിമാസ് എന്ന് പറയുന്ന വിദ്വാൻ, ഒരു കള്ളപ്രവാചകൻ കടന്നു വന്നിട്ട് അവന്റെ വിശ്വാസത്തെ തടുത്തു കളഞ്ഞിട്ട് നല്ലൊരു വിത്താകേണ്ട ഈ ദേശാധിപതിയെ ഒരു കളയാക്കി മാറ്റുവാൻ അവൻ ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ഒരു നല്ലൊരു വിശ്വാസിയെ, അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന ഒരു മനുഷ്യന്റെ ഹൃദയത്തെ കുരുടാക്കി കളയുവാൻ ഈ മനുഷ്യൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ്, അപ്പൊ നമ്മൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കൊളോസി ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ സ്വപുത്രന്റെ രാജ്യത്തിലേക്ക് ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നു. അപ്പൊ ഈ ഇരുട്ടിന്റെ ശക്തികള് ഇപ്പോഴും ദൈവരാജ്യത്തിന്റെ ശക്തിയുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. അത് എന്നുവരെയും വ്യാപരിക്കും, കർത്താവിന്റെ വരവ് വരെ. എങ്ങനെയും വ്രതന്മാരെയോ വീഴ്ത്തുവാൻ ദുരുപദേശങ്ങളിലൂടെ, മറ്റു പല കാര്യങ്ങളിലൂടെ, അവരെ ചിലപ്പോൾ കതിരായി മുളച്ചു വരേണ്ടുന്ന കളയാക്കി മാറ്റുന്ന ചില പ്രവൃത്തികളിലൂടെ
ഏത് വിധത്തിലും നശിപ്പിച്ചു കളയുവാനായിട്ട് അവർ ശ്രമിച്ചു കളയും. ഹല്ലേലൂയ. അല്ലെങ്കിൽ ദൈവസഭയെ തന്നെ മുടിപ്പിച്ചു കളയുവാൻ നല്ലതിൻ്റെ ഇടയെ കളകളും അങ്ങ് വളർന്നു വരും. ഈ കളകൾ തിരിച്ചറിയുന്നില്ല. ഈ കളകളുടെ പ്രത്യേകത എന്താ? ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഇവർക്ക് തോന്നും ഞങ്ങളും ഈ കൂട്ടത്തിൽ അങ്ങ് പൊക്കോളും. ഒരു മെതിക്കളമുണ്ടെന്നും ന്യായാധിപനായ കർത്താവ് വരുമെന്നും പാറ്റുന്ന ഒരു ദിവസമുണ്ടെന്നും ഈ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ചിന്തിക്കത്തില്ല. കൂട്ടത്തിൽ നിൽക്കുമ്പോൾ നല്ല വിത്തിനോട് അതേപോലെ സമാനമായിട്ടാണ് കളയും വളർന്നു വരുന്നത്. കളയും നല്ല കതിരും കൂടെ കണ്ട തിരിച്ചറിയാൻ പോലും പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അതുകൊണ്ടാണ് യജമാനൻ, ഇപ്പോഴൊരു നമ്മൾ പറയാലോ, ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഒരു വയലിൽ കൂടെ കടന്നു പോകുമ്പോൾ, ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ പാടത്തും വയലിലൊക്കെ നടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് കളയേത് നല്ല കതിരേതൊന്നും തിരിച്ചറിയാനുള്ള പ്രാപ്തിയൊന്നും ഞങ്ങൾക്ക് കാണത്തില്ല. എന്നാൽ കൃഷിക്കാരന് നന്നായിട്ടറിയാം, കർഷകന് നന്നായിട്ടറിയാം കളയേത് വിളയേതെന്ന്. യജമാനനും അതിലും നന്നായിട്ടറിയാം ഞാൻ എന്തുവാണ് വിതച്ചതെന്നും കള എന്തുവാണെന്നും വിളവേതുവാണെന്നും യജമാനന് നന്നായിട്ടറിയാം. പക്ഷെ കളയ്ക്കൊരു പ്രത്യേകതയുണ്ട്. കളയുടെ സ്വഭാവം എന്താ? അവനിങ്ങനെ മേനി നടിച്ചിരിക്കുകയാ. ഞാൻ ഈ നല്ല കതിരിന്റെ കൂടെ നിൽക്കുമ്പോൾ എന്നെ ആരും തിരിച്ചറിയത്തില്ല, ഞാനും ഒരു വിളവെന്ന കണക്കെ ഞാനും നിന്നുകൊള്ളുമെന്ന് ഈ കളയങ്ങ് ചിന്തിച്ച് അങ്ങ് എന്താ പറയാ, മനസ്സിൽ ചിന്തിച്ചങ്ങ് പോകും. അല്ലെങ്കിൽ നമുക്ക് ഇന്നിപ്പോൾ പല പഠിപ്പീരുണ്ടല്ലോ, കൃപയാണല്ലോ, പലതും കൃപ കൊണ്ട് നമുക്ക് മൂടി അങ്ങ് പോകാം എന്നൊക്കെയുള്ള ചിന്തകളിലൂടെയൊക്കെ അങ്ങ് ജീവിക്കുന്നവരാകാം. എന്തുമായിക്കൊള്ളട്ടെ. അല്ലെങ്കിൽ കളയുടെ ഈ വിളയുടെ ഇടയിൽ നിന്നിട്ട് ദുരുപദേശത്താൽ നല്ല വിളവിനെയും കൂടെ ചീത്തയാക്കാനുമായിരിക്കാം. എങ്ങനെയും ആയിക്കൊള്ളട്ടെ, അവനൊരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. ഹല്ലേലൂയ, തെറ്റിച്ചു കളയുക എന്നുള്ളൊരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇവിടെ യജമാനൻ പറയുകയാണ്, ഈ ദാസന്മാർ ചോദിച്ചു ഞങ്ങൾ ഈ കളയങ്ങ് പറിച്ചു കളഞ്ഞു കൊള്ളട്ടെ. യജമാനൻ പറയുകയാണ്, യജമാനന് വയലിന്മേൽ അധികാരമുള്ളവനാ. യജമാനൻ അറിയാം ഇതിന് എങ്ങനെയാണ് ഡീല് ചെയ്യേണ്ടെന്ന് യജമാനൻ അറിയാം. യജമാനൻ നോക്കുമ്പോൾ ഒരു വിളവുണ്ടെന്നും ഒരു മെതിക്കളമുണ്ടെന്നും ഒരു പാറ്റുന്ന സ്ഥലമുണ്ടെന്നും യജമാനന് നന്നായിട്ടറിയാം. അതുകൊണ്ട് യജമാനൻ പറയാണ് ഇപ്പം അവിടെ നിൽക്കട്ടെ. ഹല്ലേലൂയ. അതിനൊരു സമയം വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കൊയ്ത് കളപ്പുരയിൽ ശേഖരിക്കുമ്പോൾ നമുക്ക് വിളയും കതിരും തമ്മിൽ നമുക്ക് വേർതിരിക്കാം. പ്രൈസ് ദി ലോർഡ്. അന്ന് നമുക്ക് ഹല്ലേലൂയ സ്തോത്രം അതിൻ്റെ ഈ കള എന്താണ് വിളവ് എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഞാൻ മുന്നമേ പറഞ്ഞതുപോലെ പലപ്പോഴും ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോൾ വിശ്വാസികൾക്ക് തോന്നും, അല്ലെങ്കിൽ കളയായിരിക്കുന്ന അവർക്ക് തോന്നും ഞാനും ഒരു വിളവാണെന്ന്. ദൈവസഭ ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഏറ്റവും വലിയൊരു അനുഭവമാണ് ഞാനൊരു വിളയാണോ കളയാണോ എന്നുള്ളത്. ഞാനൊരു ഗോതമ്പ് മണിയാണോ, ഞാനൊരു ഹല്ലേലൂയ ഒരു കളയാണോ എന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ്. നമുക്കൊരിക്കൽ കൂടി ഉപമയിലേക്കൊന്ന് കടന്നു വരാം. എപ്പോഴാണ് അപ്പോൾ ഹല്ലേലൂയ എപ്പോഴാണ് ഈ കളപിശാച് വിതച്ചതെന്ന് നമുക്ക് നോക്കാം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അതിന്റെ 25-ാം വാക്യം, 13:25. അതെ, മനുഷ്യർ ഉറങ്ങുമ്പോഴാണ്. ഹല്ലേലൂയ. ഇപ്പൊ നമ്മളിത് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, ഉറങ്ങുവാനല്ല, അല്ലെ, ഇവിടെ ആത്മീകമായ ഒരു ഉറക്കത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു കൊള്ളണം. ലൂക്കാ സുവിശേഷം
21 അധ്യായം, അതിലേക്കൊന്ന് കടന്നു വരാം. ഹല്ലേലൂയ. 21 എപ്പോഴാണ് മനുഷ്യപുത്രൻ വരുന്നതെന്ന് പറയുന്നുണ്ടല്ലോ. 21 34 മുതൽ ഒന്ന് വായിക്കാം. നിങ്ങളുടെ അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണിപോലെ വരാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുകയും അത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുന്നിൽ നിൽപ്പാനും നിങ്ങൾ പ്രാർത്ഥനയാകേണ്ടത് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കും. സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുവാൻ. അതൊരു വിശ്വാസിയെ സംബന്ധിച്ചെടുത്ത് ലൂക്കാസ് സുവിശേഷത്തിൽ കർത്താവായ യേശുനാഥൻ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ഒരു സഭയെ സംബന്ധിച്ചിടത്തോളം, ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ സ്വഭാവം എന്ന് പറയുന്നത് ഉണർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സഭയായിരിക്കണം. സഭയുടെ സ്വഭാവം എന്ന് പറയുന്നത് അതാണ്. സഭ മീറ്റിംഗ് ഉള്ളപ്പോൾ വന്ന് ഒരു ബിൽഡിംഗ് അല്ല സഭയെന്ന് പറയുന്നത്. മറിച്ച് ദൈവസഭ പ്രാദേശികമായിട്ട് ഓരോ ചെറിയ കൂട്ടങ്ങളായിട്ട് ദൈവം ഇപ്പോൾ വളർത്തിക്കൊണ്ട് വരികയാണ്. ചെറിയ ചെറിയ കൂട്ടങ്ങളാണെങ്കിൽ പോലും അത് ക്രിസ്തുയേശുവിൻ്റെ ശരീരമാകുന്ന തിരുസഭയുടെ ഭാഗമാണ്. ഈ ഓരോ ചെറിയ കൂട്ടങ്ങൾക്കും ഒരു ഉത്തരവാദിത്തമുണ്ട്. ഞങ്ങൾ ഓരോ കൂട്ടരും ഓരോ വയലാണ്. ഞങ്ങളിൽ വിതയ്ക്കപ്പെട്ടിരിക്കുന്നത് നല്ല വിത്താണ്. ഈ വിതയ്ക്കപ്പെട്ടിരിക്കുന്ന നല്ല വിത്ത് കള കയറി നശിച്ചു പോകാതിരിക്കുവാൻ ഈ ചെറിയ കൂട്ടങ്ങൾ എങ്ങനെയാണ് സഭകള് കളകൾ കടന്നു വന്ന് നല്ലതിനെയും കൂടി ചീത്തയാക്കി കളയാതിരിക്കുവാൻ പ്രാർത്ഥനയിലും ദൈവവചന ധ്യാനത്തിലും ഉപവാസത്തിലും ഇരിക്കുവാൻ സഭകൾ തയ്യാറാകണം. സഭ എന്ന് പറയുന്നത് ഒരു ജീവനുള്ള ഒരു ഓർഗനൈസേഷനാണ്, ഒരു ഓർഗാനിസമാണ് സഭ എന്ന് പറയുന്നത്. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, സഭയ്ക്കൊരു വളർച്ചയുണ്ട്. ഒരു മനുഷ്യൻ ജീവനുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ദൈവസഭയും. ഒരു ശിശു ജനിച്ച് അത് തക്ക സമയത്ത് അത് അതിന് വളർച്ചയുടെ ഘട്ടങ്ങളുണ്ടല്ലോ. അത് കമന്നു വീഴുന്ന ഘട്ടമുണ്ട്, മുട്ടിന്മേൽ നീന്തുന്ന ഘട്ടമുണ്ട്, എഴുന്നേൽക്കുന്ന ഘട്ടമുണ്ട്, നടക്കുന്ന ഘട്ടമുണ്ട്. വളർച്ച പ്രാപിച്ച് ക്രിസ്തുയേശുവിന്റെ പുരുഷത്വം പ്രാപിക്കുന്ന ഒരു ഘട്ടമുണ്ട്. നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ പ്രായത്തിന്റെ തികവായ ക്രിസ്തുയേശുവിന്റെ ആ പുരുഷത്വം പ്രാപിക്കുന്ന സമയം, അതാണ് സഭയുടെ വളർച്ചാ കാലഘട്ടം. അത് തന്നെയാണ് പ്രിയമുള്ളവരെ എസെക്കിയേൽ പ്രവാചനത്തിൽ നമ്മൾ വായിക്കുന്നില്ലയോ? ആത്മാവിനാല് പ്രവാചകനെ ദൈവം നടത്തിക്കൊണ്ടു പോകുമ്പോൾ ആദ്യം എവിടം വരെയാണ്? നരയാണിയോളം നനഞ്ഞോ, പിന്നെ മുട്ടോളമായി, തന്നെ അരയോളമായി, പിന്നെ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ഒരു അനുഭവം മാറി ദൈവസഭയും ദൈവജനവും മാറണം. അതാണ് ആത്മാവിന്റെ നിറവ്. ഈ വളർച്ചയ്ക്കൊരു ഘട്ടമുണ്ട്. നമ്മൾ തൃപ്തരാകരുത്. ഞാൻ ഇന്നായിരിക്കുന്നതിൽ നാം തൃപ്തരാകരുത്. ദൈവത്തോട് പറയണം, കർത്താവേ, എന്നെ പൂർണ്ണ വളർച്ചയുള്ള ഒരു വ്യക്തിത്വമാക്കി മാറ്റണമെന്നെ. അല്ലെ, നമുക്ക് വായിക്കാം. ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചോട്ടെ, നമുക്കതൊന്ന് വായിക്കാമല്ലോ. അത് എഫേസ്യ ലേഖനം 4 അധ്യായം. ഹല്ലേലൂയ. അതിന്റെ 12 വാക്യം ഒന്ന് വായിക്കാം. 12-13, 4:12-13. അത് എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളും വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. നാം ഇനിയും മതി. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കണ്ടോ, സഭയില് 5 ഓഫീസുകൾ, അല്ലെങ്കിൽ അപ്പസ്തോലന്മാര്, പ്രവാചകന്മാര്, ഇടയന്മാര്, സുവിശേഷകന്മാര്, ഇങ്ങനെ എല്ലാവരെയും വെച്ചിട്ട് പറയാണ്, ഇത് ഇവരെ നിയോഗിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്?
വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനത്തിനു വേണ്ടിയും അത് ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കണം. അതിനുവേണ്ടിയാണ് ദൈവസഭയിൽ നമ്മെ ആക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് യഥാർത്ഥമായ ദൈവവചനത്തിന്റെ പരിജ്ഞാനം നമുക്ക് വേണമെന്ന് പറയുന്നത്. നമ്മൾ തന്നെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പറയത്തില്ലേ, ബാലശിക്ഷ കൊടുക്കേണ്ട സമയത്ത് ബാലശിക്ഷ കൊടുക്കണം. കുഞ്ഞുങ്ങളെ വളർത്തേണ്ടുന്ന രീതിയിൽ വളർത്തിയില്ലെങ്കിൽ വഴിപിഴച്ചു പോകും. നമ്മൾ ലോകപ്രകാരം പറയുന്ന കാര്യമാ. കുഞ്ഞുങ്ങളെ, തലമുറകളെ വളർത്തേണ്ടുന്ന രീതിയിൽ ശിക്ഷിച്ചും ശാസിച്ചും കർത്താവിന്റെ ശിക്ഷണത്തില് ശിക്ഷിച്ചും ശാസിച്ചും ഉപദേശിച്ചും നാം കുഞ്ഞുങ്ങളെ വളർത്തുന്നില്ല എങ്കിൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുവാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് ഒരു ദൈവസഭയിൽ കടന്നു വരുന്ന ദൈവജനം വിശ്വാസത്തിൽ തികഞ്ഞവരാകണം, പ്രായത്തിന്റെ പൂർണ്ണത പ്രാപിക്കണം. ക്രിസ്തുവേശുവിന്റെ സമ്പൂർണതയായ ആ പ്രായത്തിന്റെ പൂർണ്ണത പ്രാപിക്കുവോളം ദൈവസഭ വളരണമെന്നുള്ളത് ദൈവത്തിന്റെ ഹിതമാ. അതിനുവേണ്ടിയാണ് ദൈവസഭയില് ദൈവം വിവിധങ്ങളായ ഉപദേഷ്ടാക്കന്മാരെയും ഉപദേശകന്മാരെയും പ്രവാചകന്മാരെയും അപ്പസ്തോലന്മാരെയും ഇടയന്മാരെയും ടീച്ചേഴ്സിനെ ഒക്കെ വെച്ചിരിക്കുന്നത് അതിനുവേണ്ടിയാണ്. പ്രായത്തിന്റെ തികവോളം കടന്നു വരുവാൻ ഒരു ശിശു ഒരു പക്വതയുള്ള ഒരു പയ്യനായി തീരുന്നത് പോലെ. നമുക്ക് ആദിമസഭയിൽ നമുക്ക് ചില വാക്യങ്ങളൊന്ന് നോക്കാം. അപ്പസ്തോല പ്രവൃത്തികൾ 6:2 വായിച്ചാട്ടെ. നമുക്ക് അപ്പസ്തോല പ്രവൃത്തികൾ 2. ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവത്തിനെ ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. 3 കൂടെ വായിച്ചു. ആകയാൽ സഹോദരന്മാരെ ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങൾ തന്നെ തിരഞ്ഞുകൊള്ളുകയും അവരെ ഈ വേലയ്ക്കാക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും എത്തിയിരിക്കുമെന്ന് പറഞ്ഞു. കൂട്ടത്തിനൊക്കെയും ബോധ്യമായി വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സൈവാനോസ്, ഫിലിപ്പോസ്, പ്രൊക്കരോസ്, നിക്കാനോറ്, തിമോനെ, ബർമോനാസ്, യഹൂദാമദാർസാരി, അന്ത്യോക്യക്കാരൻ നിക്കലാവാസ് എന്നിവരെ തിരഞ്ഞെടുത്തു. അപ്പോസ്തലന്മാരുടെ മുൻപാകെ നിർത്തി അവർ പ്രാർത്ഥിച്ചു. അവരുടെ മേൽ കൈവച്ചു. പരന്നു. യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. പുരോഹിതന്മാരിലും ഒരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി. ആമേൻ, സ്തോത്രം. ആമേൻ, സ്തോത്രം. മതി സ്തോത്രം. ആമേൻ. അപ്പൊ ഇവിടെ കണ്ടോ, അപ്പസ്തോലന്മാരുടെ ആദിമ സഭയില് ഒരു വിഷയമുണ്ടായപ്പോൾ അപ്പസ്തോലന്മാര് പറയുകയാണ്, ഞങ്ങൾ ദൈവവചനത്തിന്റെ ശുശ്രൂഷകളെ വിട്ട് മേശമേൽ ശുശ്രൂഷിക്കുന്നത് ഉചിതമല്ല. നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ഭക്തന്മാരായ പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് മേശമേലുള്ള ശുശ്രൂഷയ്ക്കായിട്ട് അവരെ ആക്കുക. ഞങ്ങളോ ദൈവവചന ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കും. അപ്പോൾ ദൈവസഭയുടെ ഒരു ക്യാരക്ടറാണ് എന്തുവാണ്? ഉറങ്ങരുത്. ഉറങ്ങിക്കഴിഞ്ഞാൽ ദൈവസഭയിലെ കളകൾ വന്ന് വിതയ്ക്കും. ഉറങ്ങാതെ ദൈവസഭയെ സംരക്ഷിക്കേണ്ടത്, ഹല്ലേലൂയ, ദൈവസഭയെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ദൈവസഭയിൽ ദൈവം ആക്കി വച്ചിരിക്കുന്ന ശുശ്രൂഷകന്മാരുടെ ആദ്യത്തെ ഉത്തരവാദിത്തമാണ് ദൈവസഭ ഉറങ്ങാതെ നോക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് പ്രാർത്ഥനയും ഉപവാസവും എല്ലായ്പ്പോഴും നടന്ന് ശത്രു വന്ന് പിശാച് വന്ന് കള വിതയ്ക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകരുത്. അത് അപ്പസ്തോലന്മാർ ആദിമസഭയില് നന്നായി മനസ്സിലാക്കിയിരുന്നു അല്ലെ? നമുക്ക് അതുകൊണ്ടാണ് ഹല്ലേലൂയ, സ്തോത്രം, 13-ാം അധ്യായത്തിലേക്ക് കൂടെ ഒന്ന് വരാം. അപ്പസ്തോല പ്രവൃത്തികൾ 13-ാം അധ്യായം.
അതിൻ്റെ ആദ്യത്തെ 2-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 13:2. വളരെ പുരുഷാരം അവന്റെ അടുക്കൽ വന്നു കൂടുകൊണ്ട് അവൻ പടകിൽ കയറിയിരുന്നു. അല്ല 13 അപ്പസ്തോല പ്രവൃത്തികൾ 13:2. വായിച്ചുകൊണ്ടിരിക്കാൻ നോക്കിയതാ. അവർ കർത്താവിനെ ആരാധിച്ച് ഉപവസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ എനിക്ക് വേർതിരിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു അവരെ പറഞ്ഞയച്ചു. ആമേൻ. കണ്ടോ, ദൈവസഭ പ്രാർത്ഥിച്ചും ഉപവസിച്ചും ആരാധിച്ചും കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവർക്കൊരു ആലോചന കൊടുക്കുകയാണ്. ബർന്നബാസിനെയും പൗലോസിനെയും കർത്താവിന്റെ വേലയ്ക്കായിട്ട് അയക്കുവിൻ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എന്നിട്ട് അതിന്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവരെ പരിശുദ്ധാത്മാവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കിയയിലേക്ക് ചെന്നു. അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസിലേക്ക് പോയി. മതി, ദൈവവചനം അറിയിച്ചു. മതി. അപ്പൊ ഇവിടെ ദൈവസഭയ്ക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൊടുത്തു. പൗലോസിനെയും ബർന്നബാസിനെയും കർത്താവിന്റെ വേലയ്ക്കായി അയച്ചു. അതിനുശേഷം അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. അതിനുശേഷം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനം എഴുതിയിരിക്കുകയാണ്, പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട്. മനുഷ്യരാളല്ല പറഞ്ഞയക്കപ്പെടുന്നത്, മനുഷ്യരാണ്, അല്ലെ, അപ്പസ്തോലന്മാരാണ് ദൈവനിയോഗത്താൽ അവരുടെ തലയിൽ കൈവച്ച് ശുശ്രൂഷയ്ക്കായിട്ട് അവരെ വേർതിരിക്കുന്നതെങ്കിലും ദൈവവചനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതിയിരിക്കുകയാണ്, പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട്. എത്രയോ അനുഗ്രഹീതമായ ഒരു വചനമാണ്. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവമക്കൾ ദൈവവേലയ്ക്കു വേണ്ടി വേർതിരിക്കപ്പെടുന്ന ഇടങ്ങളാകണം ദൈവസഭ എന്ന് പറയുന്നത്. അപ്പൊ ദൈവസഭ ജീവനുള്ളതാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതൊരു ഓർഗാനിസമാണ്, അതിനൊരു വളർച്ചയുണ്ട്, അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിന്റെ നാളോളം അത് അതിന്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരും. അപ്പൊ നാം ഓരോരുത്തരും ദൈവസഭയോട് ചേർന്ന് വളരുവാൻ വിളിക്കപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. നാം ഓരോരുത്തരും ദൈവസഭയോട് ചേർന്ന് വളരുവാൻ വിളിക്കപ്പെട്ടവരാണ്. നമുക്കിനി മത്തായി സുവിശേഷത്തിലേക്ക് തന്നെ മടങ്ങി വരാം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അതിന്റെ 25-ഉം 29-ഉം 30-ഉം കൂടെ ഒന്നും കൂടെ വായിക്കാം. അതിനെ അവൻ ഇല്ല, പക്ഷെ കള പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ പിഴുതു പോകും. രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്തു കാലത്ത് ഞാൻ കൊയ്യുന്നവരോടെ മുൻപേ കള പറിച്ചു കൂട്ടി ചുട്ടു കളയേണ്ടതിനെ കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് എന്റെ കളപ്പൊരിയിൽ കൂട്ടിവെപ്പാനും കൽപ്പിക്കും എന്ന് പറയും. ഇവിടെ പറയുന്നത് കേട്ടോ, ഞാൻ കൽപ്പിക്കും, ഞാൻ അധികാരമുള്ളവനാണ്. കളയെ കളയായി കരുതുവാനും എനിക്ക് അത് ചെയ്യാനായിട്ടുള്ള വേലക്കാരുണ്ട്. അല്ലെ, നമുക്ക് ഇങ്ങനെയും കൂടെ ചിന്തിക്കാം. എലൈജ നിലവിളിക്കുന്നുണ്ടല്ലേ, കർത്താവേ ഞാൻ അധികം ശുഷ്കാന്തിച്ചു, നിന്റെ നാമത്തിന് വേണ്ടി നിനക്ക് വേണ്ടി ഞാൻ അധികം ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇപ്പോൾ ദാ ഞാൻ ഏകനായിരിക്കുന്നു, ഞാൻ ഒറ്റയ്ക്കെന്ന പോലെ ആയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ വചനം, ദൈവാത്മാവ്, യഹോവയായ ദൈവം പ്രവാചകനോട് പറയാണ്, എന്നാലും ബാലിന്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ ശേഷിപ്പിച്ചിരിക്കുന്നു. അപ്പൊ കർത്താവിനറിയാം, ദൈവസഭ പണിയപ്പെടുമെന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയുമില്ല. ഹല്ലേലൂയ. അപ്പോൾ ഒരു ശേഷിപ്പ് നിശ്ചയമായിട്ടും ദൈവസഭയ്ക്ക് വേണ്ടിയുള്ള ഒരു ശേഷിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അത് കർത്താവിന്റെ നാളിൽ നല്ല കതിരായും പതിരായും കറ്റകളെ വേർതിരിക്കുന്ന ഒരു സമയമുണ്ട്. നല്ല വിളവിനെ കളപ്പുരകളിൽ ശേഖരിക്കുന്ന സമയമുണ്ട്.
എന്നാൽ കെടാത്ത തീയിലേക്ക് വലിച്ചെറിയുന്ന കറ്റകളായി ഈ കളകള് മാറിപ്പോകും. അതിന് ദൈവം കൊയ്യുവാനായിട്ട് ദൈവത്തിന് അല്ലെങ്കിൽ യജമാനന് അറിയാം. കൊയ്യുവാൻ തൻ്റെ വേലക്കാരെ അയക്കുവാൻ യജമാനന് അറിയാം. നമുക്ക് ഇതിനോടനുബന്ധിച്ച് ഈ ഭാഗത്ത് തന്നെ പറയുന്നുണ്ടല്ലോ. നമുക്ക് ആ ഭാഗങ്ങളും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചേക്കാം. ഈ 13-ന്റെ 37, 38, 37 മുതൽ 40 വരെ. നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, വയൽ ലോകം. നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, സമദുഷ്ടന്റെ പുത്രന്മാർ. അതിൽ ഇറച്ചി ശത്രു പിശാച്, കൊയ്ത്തു ലോകാവസാനം. കൊയ്യുന്നവർ ദൂതന്മാർ. കളകൂട്ടി തീയിലിട്ട് ചുടുമ്പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും. അവർ അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീർച്ചയുള്ളവരെയും എട്ടുകളെയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അന്ന് നീതിമാന്മാർക്ക് പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ചെവിയുള്ളവൻ കേൾക്കും. ആമേൻ. കണ്ടോ, നീതിമാന്മാർ ദാനിയേലിനോട് പറയുന്നത് പോലെ അനേകരെ നീതിയിലേക്ക് തിരിക്കുന്നവർ ആകാശത്തിലെ ജ്യോതിസുകളെ പോലെ, നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കും. നീതിമാന്മാർക്ക് സ്വർഗീയമായൊരു പ്രതിഫലമുണ്ട്. അന്ന് ദൈവം യഹോവയെ ആരാധിച്ചവനും അല്ലെ, മോശ ചോദിക്കുമ്പോൾ യഹോവയുടെ പക്ഷത്ത് ആരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ മോശ, നമ്മൾ പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൽ കാണുന്നത് പോലെ മോശ വിളിച്ചു ചോദിക്കുകയാണ്, യഹോവയുടെ പക്ഷത്ത് ആരുണ്ട്? ഹല്ലേലൂയ. അവർ എന്നോട് അടുത്ത് വരട്ടെ എന്ന് പറയുമ്പോൾ ലേവ്യ പുരോഹിത കുടുംബം അല്ലെങ്കിൽ ലേവ്യ ഗോത്രം മോശയോട് ചേർന്ന് നിന്നതുപോലെ ലോകാവസാനത്തിന്റെ നാളിൽ സർവശക്തനായ ദൈവം തന്റെ ദൂതന്മാരെ കൊയ്ത്തിനായിട്ട് അയക്കുമ്പോൾ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, അന്നാണ് ദൂതന്മാർ കളപ്പുരകളിൽ തൻ്റെ നല്ല വിത്തുകളെ, നല്ല വിളവുകളെ ശേഖരിച്ചു വയ്ക്കുകയും തീയിലേട്ട് വലിച്ചെറിയപ്പെടാനായിട്ട് കളകളെ സെപ്പറേറ്റ് ചെയ്ത് കെട്ടുകെട്ടുകളാക്കി അവരെ ഒരിക്കലും കെടാത്ത തീയിലേക്ക് വലിച്ചെറിയുകയും ചെയ്യും. അതാണ് ഹല്ലേലൂയ കളകളുടെ ഒരു പ്രത്യേകത. കളകള് കൂട്ടത്തിൽ, ഞാൻ കുറച്ചു മുമ്പ് ഒന്ന് സൂചിപ്പിച്ചതുപോലെ, പലപ്പോഴും കൂട്ടത്തിൽ നിൽക്കുമ്പോൾ തിരിച്ചറിയാൻ പറ്റാതെ പോകും. ഇത് തിരിച്ചറിയണമെങ്കിൽ, ഇത് കളകൾ എന്ന് പറയുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ അനുഭവമാണ്. ഈ കളകള് ഒരു മനുഷ്യൻ കളയാണോ അല്ലയോ എന്ന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മെ തന്നെ നാം ശോധന ചെയ്യുവാൻ കർത്താവിൻ്റെ സമയം വരെ കർത്താവ് ദീർഘക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ആമേൻ. അല്ലെ, നല്ല ഫലങ്ങളെ കായ്ക്കുവാൻ, നല്ലൊരു സൃഷ്ടിയായി തീരുവാൻ, ഹല്ലേലൂയ, അവന് കർത്താവിന്റെ വരവ് വരെ അവസരമുണ്ട്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ അതിനെ തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലും ദൈവവചനത്തിനാലും ദൈവസന്നിധിയിൽ സമയങ്ങളെ ചിലവഴിച്ചുകൊണ്ട്, ഹല്ലേലൂയ, തങ്ങളെ തന്നെ ശോധന ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് പലതും വെളിപ്പെടുത്തി തരുന്നത്. അപ്പം ഞാൻ ഈ ഒരു ഭാഗം ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമുക്കിനി അടുത്ത ഉപമയിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് പ്രവേശിക്കാം. കടുകുമണിയുടെ ഉപമയാണല്ലോ അടുത്തത്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. 31-32 വാക്യം. മറ്റൊരു അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശം. അത് ഒരു മനുഷ്യനെടുത്ത് തന്റെ വയലിലിട്ടു. അത് എല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്നു, സസ്യങ്ങളിൽ ഏറ്റവും വലുതായി. ആകാശത്തിലെ പറവുകൾ വന്നു അതിന്റെ കൊമ്പുകളിൽ വെച്ചിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീരുന്നു. ഇതാണ് ദൈവത്തിന്റെ ദൈവത്തിന്റെ അതെ അതെ കടുകും അതെ ഹല്ലേലൂയ. കടുകുമണി അന്ന് ഇസ്രായേൽ ദേശങ്ങളിലൊക്കെ, ഹല്ലേലൂയ, അന്നത്തെ കടുക് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഹല്ലേലൂയ. അതെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അപ്പോൾ കടുകുമണിയോട് സദൃശ്യമാണ് ഇവിടെ ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്നത്.
അപ്പോൾ ആ കാലഘട്ടങ്ങളിലൊക്കെ ഇന്നും ഇസ്രായേൽ ദേശങ്ങളിലുണ്ട് ഇതുപോലെയുള്ള കടുക് ചെടികളാണ്. അത് ചെറിയ വിത്താണെങ്കിലും അത് വളർന്നൊരു ഇതുപോലെ പക്ഷികളൊക്കെ കടന്നു വന്ന് കൂടുവയ്ക്കുവാനും അതിൽ താമസിക്കുവാനും തക്ക വിധത്തിൽ വളർച്ച പ്രാപിക്കുവാൻ തക്കതായ കടുക് മണികളാണ് അന്നുണ്ടായിരുന്നത്. അന്ന് ഇന്നും പലസ്തീൻ ദേശങ്ങളിലൊക്കെ ഇങ്ങനത്തെ കടുക് ചെടികൾ കാണാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ അതുകൊണ്ടാണ് കർത്താവായ യേശുനാഥൻ ഈ കടുക് മണിയോട് ഉപമിക്കുകയാണ്. നമുക്കറിയാലോ, വിശ്വാസത്തെയും കർത്താവായ യേശുനാഥൻ കടുക് മണിയോട് ഉപമിക്കുന്നുണ്ട്. ആമേൻ. നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറി കടലിൽ പോയി പതിക്കാൻ പറഞ്ഞാൽ ഹല്ലേലൂയ, അത് അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും. അപ്പൊ ഞാൻ പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ടല്ലേ, കടുകുമണിയോളം വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥയാണ്. ഹൃദയത്തിൽ സംശയത്തിന്റെ ഏതെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ വിശ്വാസത്തിന് ഫലം കായ്ക്കുവാൻ സാധിക്കത്തില്ല. വിശ്വാസത്തിന് ഫലം കായ്ക്കണമെങ്കിൽ വിശ്വാസത്താൽ നിറഞ്ഞതായിരിക്കണം നമ്മുടെ ഹൃദയം. അവിടെ അയ്യോ ഇത് സംഭവിക്കുമോ, ഇത് നടക്കുമോ, പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകുമോ, യേശുവിന് എന്നെ സൗഖ്യമാക്കുവാൻ പറ്റുമോ, യേശുവിന് എന്നെ വിടുവിക്കുവാൻ പറ്റുമോ, ഞാൻ രക്ഷ പ്രാപിക്കുമോ, അയ്യോ സ്നാനപ്പെട്ടാൽ എങ്ങനെയാണ് എൻ്റെ പാപങ്ങൾ മായ്ച്ചു കിട്ടുന്നത്, ഇങ്ങനെയുള്ള വചനത്തെക്കുറിച്ചോ ആത്മാവിന്റെ പ്രവൃത്തികളെക്കുറിച്ചോ ഉള്ള സംശയങ്ങൾ, നമ്മുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും അവിടെ ഫലം കായ്ക്കുവാൻ സാധിക്കില്ല. മറിച്ച് ഹൃദയം വിശ്വാസത്താൽ നിറയുമ്പോൾ, അല്ലെങ്കിൽ സംശയമൊന്നുമില്ല, അല്പവിശ്വാസം അല്ലെങ്കിൽ കടുകുമണിയോളമുള്ള ഒരു വിശ്വാസമേ ഉള്ളൂ എങ്കിലും അല്ലെ, ആ 12 വർഷക്കാലം രക്തസ്രാവക്കാരിയായിരുന്ന സ്ത്രീ അതാണ്. 12 വർഷക്കാലം നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ, അവള് അവിശ്വാസത്താൽ പലവിധமான കാര്യങ്ങളും ചെയ്തു. അവൾ അനേക വൈദ്യന്മാരെ കണ്ടു, അനേകമായ ഇടങ്ങളിൽ അവൾ കടന്നുപോയി, അനേകമായിട്ട് അവൾ സമ്പാദ്യം മുഴുവനും അവൾ ചെലവാക്കി. അവൾ ഒരു സാഹചര്യത്തിൽ, ദൈവം അവളെ ഒരു പോയിന്റില്, ഒരു സാഹചര്യത്തിൽ അവളെ എത്തിച്ചു. ഇനി ദൈവത്തിനല്ലാതെ എന്നെ വിടുവിക്കുവാൻ സാധിക്കുകയില്ല. ഇതാദ്യമേ ഒരാൾക്കുണ്ടായിരിക്കണം. അവൾ ഉള്ളത്തോട് പറയുകയാണ്, അവളുടെ ഉള്ളത്തോട് അവൾ പറയുകയാണ്, അവന്റെ വസ്ത്രത്തിന്റെ അവന്റെ തുഞ്ചത്തെങ്കിലും സൗഖ്യം പ്രാപിക്കും തൊട്ടാൽ. ഇതവൾ ആദ്യം നമ്മൾ ഓരോരുത്തരും പറയുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. പലപ്പോഴും അവിടെയാണ് നമുക്ക് ഏറ്റക്കുറച്ചിലുകൾ. അവസാനം അവൾ ആ കടുകുമണിയോളമുള്ള വിശ്വാസത്തിലേക്ക്, അവിടെ സംശയങ്ങളെല്ലാം മാറി, അവൾ ഉള്ളത്തോട് തന്നെ അവൾ പറഞ്ഞു, ഇനി രക്ഷയില്ല, എൻ്റെ കർത്താവിന് മാത്രമേ എന്നെ സൗഖ്യമാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ആ പരിപൂർണമായ ബോധ്യത്തിലേക്ക് അവൾ കടന്നു വന്നു. എന്നിട്ട് അവൾ തീരുമാനിക്കുകയാണ്, അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിലെങ്കിലും എനിക്കൊന്ന് തൊടുവാൻ സാധിച്ചാൽ നിശ്ചയമായിട്ടും ഞാൻ സൗഖ്യം പ്രാപിക്കും. അപ്പോൾ സംശയം അവസാനിക്കുന്നിടത്താണ് വിശ്വാസം ആരംഭിക്കുന്നത്. കേട്ടോ? ആമേൻ. സംശയം അവസാനിക്കുന്നിടത്താണ് വിശ്വാസം ആരംഭിക്കുന്നത്. വിശ്വാസവും അവിശ്വാസവും കൂടെ ഒരുമിച്ച് കടന്നു പോകത്തില്ല. ആമേൻ. സംശയം അവസാനിക്കണം, അവിടെ വിശ്വാസം ആരംഭിക്കും. സകല സംശയങ്ങളും മാറിപ്പോകട്ടെ. അപ്പോൾ ഇവിടെ ദൈവരാജ്യം എന്ന് പറയുന്നത് കടുക് മണിക്ക് സദൃശമാണെന്ന്. പ്രിയമുള്ളവരെ, ദൈവസഭയുടെ ആരംഭവും ഇതുപോലെയാ. പലപ്പോഴും ഒരു വിശ്വാസിയുടെ ആരംഭവും പലപ്പോഴും ഇതുപോലെയാ. അനുതാപമാകുന്ന ഒരു വിത്താണ് അവന്റെ ഉള്ളത്തില് പരിശുദ്ധാത്മാവ് നിക്ഷേപിക്കുന്നത്. ഈ അനുതാപമാകുന്ന വിത്ത് വിതച്ചു കഴിയുമ്പോൾ ഇവൻ അറിയാം, കർത്താവേ, ഞാനൊരു പാപിയായ മനുഷ്യൻ, നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, നിന്റെ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ പോലും ഞാൻ യോഗ്യനല്ല, നീ കർത്താവാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ശമര്യ പട്ടണ നിവാസികൾ വിളിച്ചു പറയുന്നത് പോലെ നീ ലോകരക്ഷിതാവാണെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ഇതായിരിക്കാം, ഈ ഒരു അറിവ് മാത്രമേ ചിലപ്പോൾ കാണത്തുള്ളൂ. ഒരു കടുകുമണിയോളമുള്ള ഉള്ള വിത്തെന്ന കണക്കേ കാണത്തുള്ളൂ. ഞാൻ അതിനെ അനുതാപത്തിന്റെ വിത്തെന്നങ്ങ് വിളിക്കുക. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദയയാൽ
വിതയ്ക്കുന്ന വിത്താണ് അനുതാപത്തിന്റെ വിത്ത്. അനുതാപത്തിന്റെ വിത്ത് അവനോട് തന്നെ അവന്റെ ഉള്ളത്തിൽ ക്രിയ ചെയ്തിട്ട് അവനൊരു ചോദ്യം ഉണ്ടാവുകയാണ്. അവന്റെ ഉള്ളത്തിൽ ഒരു ചോദ്യം ഉണ്ടാവുകയാണ്. അയ്യോ, എൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ ഞാൻ എന്ത് ചെയ്യും? അല്ലെങ്കിൽ കർത്താവെ, ഞാൻ മഹാപാപിയായ ഒരു മനുഷ്യൻ, നിന്റെ പുത്രനെന്ന് വിളിക്കുവാനോ, നിന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാനോ, അല്ലെങ്കിൽ നിന്റെ ഭവനത്തിലേക്ക് കടന്നു വരുവാനോ ഞാൻ യോഗ്യനല്ല. ഈ വിത്തിനെ, ഇങ്ങനെയുള്ള വിത്തുകളെ ദൈവം എന്ത് ചെയ്യുന്ന അറിയാവോ? ദൈവം നനയ്ക്കും. ദൈവം ഇതിനെ നനച്ച് ഇതിനെ ഒരു വൃക്ഷമാക്കും. ഈ വൃക്ഷം അനേകർക്ക് വേണ്ടി ഫലം കായ്ക്കുന്ന, അനേകർ വന്ന് ആശ്വാസം കണ്ടെത്തുന്ന, അനേകർ വന്ന് ആ വൃക്ഷത്തിൽ വന്ന് ഹല്ലേലൂയ കൂടുകൾ വെച്ച് താമസിക്കുന്ന തരത്തിൽ ഈ വിത്തിനെ ദൈവം വളർത്തും. അതാണ് പലപ്പോഴും ദൈവസഭ ഓരോ ദേശത്തും വളരുന്നത് ഇങ്ങനെയാ. ചിലപ്പോൾ ഒരു വ്യക്തിയിൽ ആരംഭിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ ഒരു കുടുംബത്തിൽ ആരംഭിക്കുന്നതായിരിക്കാം, ഒരു കുടുംബമായിരിക്കാം ദൈവസഭ ആരംഭിക്കുന്നത്. അത് യഥാർത്ഥമായ ഒരു തുടക്കമാണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം അതിനെ വളർത്തുവാൻ തക്കതായ പ്രവൃത്തി അതിന്മേൽ അയക്കും. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഒരു വൃക്ഷമുണ്ടല്ലോ, ഒരു വൃക്ഷം നമുക്കറിയാം, ആ വൃക്ഷത്തിന്റെ ഫലം കഴിക്കാൻ കൊള്ളാം. അതിന്റെ തണലിൽ വന്ന് അനേകം പേര് വന്ന് ഇരുന്ന് ക്ഷീണം മാറ്റിപ്പോകുന്നവരുണ്ട്. ഒരു ദൈവസഭ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ദൈവസഭയുടെ ഫലങ്ങളെ കഴിക്കുവാൻ ഉതകുന്നതാകണം. ഒരു വിശ്വാസിയുടെ ഫലങ്ങള് മറ്റുള്ളവർക്ക് പങ്കുവെക്കുവാൻ ഉതകുന്നതാകണം. ഒരു വിശ്വാസിയുടെ ജീവിതം അനേകർക്ക് തണലാകുന്നതായിരിക്കണം. ഒരു വിശ്വാസിയുടെ ജീവിതം അനേക കുടുംബങ്ങളെ താങ്ങുന്നതായിരിക്കണം. ഒരു ദൈവസഭയുടെ പ്രവർത്തനവും അനേക കുടുംബങ്ങള് വന്ന് കൂടുവെച്ച് താമസിക്കുവാൻ തക്കതായ ഒരു വൃക്ഷമായി മാറണം. അതാണ് ദൈവസഭ എന്ന് പറയുന്നത്. ചിലപ്പോൾ വഴിയാത്രക്കാരായിരിക്കാം തണൽ അന്വേഷിച്ചു വരുന്നത്, അല്പകാലമേ ഉള്ളായിരിക്കാം. എങ്കിലും അവർ ആ സഭയിൽ കടന്നു വന്ന് അല്പസമയം അതിന്റെ തണൽ ആസ്വദിച്ച് വീണ്ടും മടങ്ങി വരുവാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകത്തക്ക രീതിയിൽ അവർ അവിടുന്ന് കടന്നു പോകുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അതാണ് ദൈവസഭ. ദൈവസഭ കൊളോസ്യ ലേഖനം 1:6 ഒന്ന് വായിച്ചാട്ടെ. കൊളോസ്യ ലേഖനം 1:6 അപ്പസ്തോലൻ കൊളോസ്യ സഭയെ കുറിച്ച് പറയുന്നതാണ് അവിടെ കാണുന്നത്. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. കൊളോസ്യ സഭ നമുക്കറിയാം, പൗലോസ് അപ്പോസ്തലൻ സ്ഥാപിച്ച സഭയല്ല. പൗലോസിൽ നിന്ന് സുവിശേഷം കേട്ട ഭക്തന്മാരെ, എപ്പാഫ്രാസിനെ പോലുള്ള ഭക്തന്മാർ കടന്നു എന്ന് എഫോസോസിൽ ഉണ്ടാക്കിയ ചെറിയൊരു കൂട്ടായ്മയാണ് കൊളോസ്യ സഭ. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ കൊളോസ്യർക്ക് എഴുതുമ്പോൾ പറയാണ്, നിങ്ങൾ ആ കേട്ട സുവിശേഷം ഞങ്ങളിപ്പോൾ അറിഞ്ഞിരിക്കുന്നു. അവിടെ ഒരു ദൈവസഭ ഉണ്ടായിരിക്കുന്നു. അതൊരു വൃക്ഷമെന്ന കണക്കെ ആ വളർന്നു വലുതായിരിക്കുന്നു. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായ കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. എന്തുകൊണ്ടാണ് ഇവിടെ സർവ്വലോകത്തിലും വർദ്ധിച്ചും ഫലം കായ്ച്ചു എന്ന് പറയുന്നത്? ഇത് കൊളോസിൽ മാത്രം നിൽക്കുന്നതല്ലേ? എന്തുകൊണ്ടെന്നാൽ കൊളോസിലെ സഭ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന ദൈവസഭയുടെ ഭാഗമാണ്. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ ഈ ലോകം മുഴുവനും പന്തലിച്ച് നിൽക്കുന്നതാ. അതുകൊണ്ടാണ് കൊളോസിലെ സഭ പറയുകയാണ്, അപ്പോസ്തലൻ പറയാണ്, നിങ്ങൾ ഇത് ലോകം മുഴുവനും ഫലം കായ്ച്ചു നിൽക്കുക. ഇപ്പൊ ഞാനും നിങ്ങളും ഒക്കെ ദൈവസഭയാകുന്ന ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിലെ അംഗമാണെന്ന് പറയുമ്പോൾ നമ്മൾ മറന്നു പോകരുത്, നമ്മൾ ഫലം കായ്ക്കുമ്പോൾ നമ്മൾ ലോകം മുഴുവനുമായിട്ടാണ് ഫലം കായ്ക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഈ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ മുഴുവനുമായിട്ടാണ് നമ്മൾ ഫലം കായ്ച്ചു നിൽക്കുന്നത്. അതാണ് ഇതിന്റെ മഹത്വം, അതിന്റെ പ്യൂരിറ്റി എന്ന് പറയുന്നത് അതാണ്. ഓരോ വിശ്വാസിയെയും കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതമതാണ്. ഓരോ സഭയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതമതാണ്. ദൈവസഭയാകുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഫലം കായ്ച്ചു നിൽക്കുന്ന വൻ വൃക്ഷങ്ങളാവുക.
അതിന്റെ തുടക്കം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു കടുകുമണിയോളമായിരിക്കാം. വിശ്വസ്തയോടെയാണോ തുടങ്ങുന്നത്? അനുതാപത്തോടെയാണോ തുടങ്ങുന്നത്? യഥാർത്ഥമായ മാനസാന്തരത്തിന്റെ അനുഭവത്തിലൂടെയാണോ ക്രിസ്തുയേശുവിലേക്ക് കടന്നു വന്നത്? നിശ്ചയമായിട്ടും ദൈവം അതിനെ ഒരു വൻ വൃക്ഷമാക്കി തീർത്തിരിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിച്ചത് കളയെക്കുറിച്ചും ദൈവരാജ്യത്തിന്റെ 2 അനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഒന്ന്, നല്ല നിലത്ത് വിതച്ച വിത്തിനോട് ഉപമിച്ചു. അല്ലെങ്കിൽ ഹല്ലേലൂയ, ദൈവരാജ്യം എന്ന് പറയുന്നത് തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യം. 2, ദൈവരാജ്യം എന്ന് പറയുന്നത് ഹല്ലേലൂയ സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യമെന്ന് നമ്മൾ കണ്ടു. 2 അനുഭവങ്ങളും നമ്മൾ ധ്യാനിച്ചു. പ്രിയമുള്ളവരെ, ഈ 2 അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാവരും കടുകുമണി എന്ന കണക്കെ വിതയ്ക്കപ്പെട്ടവരാണ്. നമുക്കെല്ലാവർക്കും ഒരു നല്ലൊരു കടുക് ചെടിയോളം വളരുവാൻ തക്കവിധം, ഇന്ന് കാണുന്ന കടുക് ചെടിയല്ല, മറിച്ച് ഒരു വൻ വൃക്ഷം എന്ന കണക്കെ വളരുവാൻ തക്കവിധം, അത് അനേകർക്ക് അനുഗ്രഹമാകുവാൻ തക്കവിധം നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ സർവേശ്വര കർത്താവേ, ഈ പകൽക്കാലം അടിയങ്ങൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ പ്രാർത്ഥിക്കുവാൻ, ദൈവവചനം ധ്യാനിക്കുവാൻ അവിടുന്ന് നൽകിയ മഹാദയക്കായി അടിയൻ സ്തോത്രം ചെയ്യുന്നു. കൃപമേൽ കൃപ പകരുമാറാകണം കർത്താവേ. ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും നന്നായി ഫലം കായ്ക്കുന്ന ദൈവരാജ്യത്തിന്റെ അനുഭവമുള്ള ചെടികളാക്കി അവിടുന്ന് മാറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരും ദൈവമേ ഒരു കടുകുമണി എന്ന കണക്കെ ക്രിസ്തുവിന്റെ രാജ്യത്തിൽ ആരംഭിച്ചതാണല്ലോ കർത്താവേ. ഇത് ഞങ്ങൾക്ക് അനേകർക്ക് ആശ്വാസമായി തീരുവാൻ തക്കവിധമുള്ള കൃപ, അനേകര് ഇതിന്റെ ഫലത്തെ അനുഭവിക്കുവാൻ തക്കവിധമുള്ള കൃപ അവിടുന്ന് ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരം കൂടെയിരിക്കണം, സഹായിക്കണം. കൃപമേൽ കൃപ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വചനം വായിച്ച് സഹായിച്ച പ്രിയ ഗ്രേസി മാമയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവമേ, ഇത് ലീഡ് ചെയ്യുന്ന എല്ലാ ദൈവത്തിന്റെ ദാസന്മാരെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിവിധ ആവശ്യങ്ങളുമായി ഈ പ്രയർ ലൈൻ ആയിരിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക സൗഖ്യം വ്യാപരിക്കട്ടെ, ദൈവിക വിടുതലുകൾ വ്യാപരിക്കട്ടെ, ദൈവവചനത്തിന്റെ മഹത്വം ഞങ്ങളുടെ മധ്യേ വെളിപ്പെടട്ടെ കർത്താവേ. അവിടുന്ന് സഹായിച്ചാട്ടെ, ബലപ്പെടുത്തിയാട്ടെ, കൃപമേൽ കൃപ പകർന്നാട്ടെ. സകലമാനവും മഹത്വം അബാപിതാവെ അവിടത്തേക്ക് നേരുന്നു. സകല പുകഴ്ചയും കർത്താവെ അവിടത്തേക്ക് നേരുന്നു. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞവനായ സർവശക്തനായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ യാചിക്കുന്നു. കൃപ തോന്നി ദയ തോന്നി കേൾക്കുമാറാകണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, സ്തോത്രം.